വൃത്തി വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. വീട്ടിൽ മാലിന്യങ്ങളോ മറ്റ് അഴുക്കുകളോ കൂട്ടിയിടരുതെന്നും എട്ടുകാലുവലകളും മറ്റും നാം അടിച്ചു വാരണമെന്നുമെല്ലാം ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. വീട്ടിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടാൽ നമ്മുടെ വീട്ടിലെ ബർക്കത്തുകൾ ഉയർത്തപ്പെടാൻ അത് കാരണമാണെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാം വൃത്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ വീടും നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഒരു വ്യക്തിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മൾ ഉപയോഗിക്കുന്ന വീടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സമാധാനവും സന്തോഷവും തന്നുകൊണ്ടേയിരിക്കും. ശുദ്ധി, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകം ഇതിനോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടതാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ താബ റീഹുഹു സാദ അഖലുഹു. ഒരാളുടെ വസ്ത്രം വൃത്തിയുള്ളതായാൽ അയാളുടെ ദുഃഖം കുറയും. ഒരാളുടെ വാസന സുഗന്ധം നന്നായാൽ അവന്റെ ബുദ്ധിശക്തി വർദ്ധിക്കും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അതായത് നമ്മുടെ വസ്ത്രം അത് വൃത്തിയുള്ളതാണെങ്കിൽ, ശുദ്ധിയുള്ളതാണെങ്കിൽ നമുക്കൊരു ഊർജ്ജസ്വലതയും ഒരു ആവേശവും നല്ല കാര്യങ്ങൾ താല്പര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വസ്ത്രം ശുദ്ധിയാക്കാനും നല്ല വാസന, നല്ല സുഗന്ധം ഉപയോഗിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. മോശമായ വാസനയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ വിട്ട് അകന്നു പോകും. നല്ല ആൾക്കാർ നമ്മിൽ നിന്ന് അകന്നു പോകും. നാം നല്ല സുഗന്ധമുള്ളവരായി, നമ്മുടെ വസ്ത്രങ്ങളും എല്ലാം നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ളവരായി വേണം നാം എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. നമ്മുടെ വീട് എത്ര സൗകര്യമുള്ള വീടാണെങ്കിലും അതിൽ വാരിവലിച്ചിട്ട വസ്തുക്കളും പാറി നടക്കുന്ന അഴുക്കുകളും മറ്റുമാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ തലവേദന വർദ്ധിക്കും. ഒരു സമാധാനം ലഭിക്കാത്ത വീടായി മാറും. എന്നാൽ വീട്ടിൽ ചില വ്യക്തികൾ അടുക്കും ചിട്ടയുമില്ലാതെ മോശമായ പ്രകൃതിയുള്ളവരായിരിക്കും. അവർ എല്ലാ നിഷ്ഠകളെയും അലങ്കോലപ്പെടുത്തുന്നവരായിരിക്കും. എന്നാൽ വീട്ടിൽ എപ്പോഴും ഒരാളുണ്ടാകും, അവർ എല്ലാം നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ളവർ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ, അവർ ഓരോ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ അടുക്കും ചിട്ടയിലും എടുത്തു വെക്കുമ്പോൾ മക്കളായ പലരും ഓടിച്ചെന്ന് അത് വലിച്ചു വാരിയിടുന്നത് നമുക്ക് കാണാം. ചില വീടുകളിൽ ഭാര്യമാർ എത്ര തന്നെ അടുക്കി വെച്ചാലും, എത്ര തന്നെ നല്ല രീതിയിൽ അടുക്കി പറക്കി വെച്ചാലും ഭർത്താക്കന്മാർ ഒരു സാധനം എടുക്കാൻ വേണ്ടി ചെന്നാൽ അത് മുഴുവനും വലിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രമെടുത്ത് മറ്റുള്ളത് തിരികെ വെക്കാനുള്ള മനസ്സ് കാണിക്കാതെ അവരുടെ കാര്യം കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്നവരെ കാണാം. ഇതെല്ലാം വീട്ടിന്റെ മനസ്സമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീടിനകത്ത് നല്ല ചിട്ടയും നല്ല വൃത്തിയും നല്ല ശീലങ്ങളും നിലനിർത്താൻ കഴിയും. ഒന്നാമത്തേതായി, നാം എടുത്ത സാധനങ്ങൾ, ഒരു വസ്തു ആവശ്യത്തിന് വേണ്ടി നാം എടുത്താൽ ഉപയോഗശേഷം എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ വെക്കാനുള്ള ക്ഷമ കാണിക്കണം. നാം ഒരാവശ്യത്തിനൊരു സാധനം എടുത്താൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എവിടെയാണോ ആവശ്യം കഴിയുന്നത് അവിടെ ഇട്ടിട്ട് പോകുക എന്നതിനു പകരം എവിടെ നിന്നാണോ നാം എടുത്തത് അവിടേക്ക് തന്നെ തിരിച്ചു വെക്കണം. ഉദാഹരണത്തിന്, നാം വായിക്കാൻ നമ്മുടെ വീട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തെങ്കിൽ ആ പുസ്തകം നാം വായിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എടുത്തു വെക്കാനുള്ള ഒരു മാനസിക സന്നദ്ധത നാം കാണിക്കണം. രണ്ടാമത്തത്, വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും മറ്റു നാം സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് സൂക്ഷിക്കാൻ പ്രത്യേകമായൊരു സ്ഥലം സജ്ജമാക്കണം. നമ്മുടെ വീട്ടിൽ ഓരോന്നിനും കൃത്യമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അവിടെ നിന്ന് എടുക്കുകയും തിരിച്ച് അവിടേക്ക് കൊണ്ടുവെക്കുകയും ചെയ്താൽ വീട്ടിൽ അലങ്കോലമായി കിടക്കുന്ന രൂപത്തിന് നല്ലൊരു മാറ്റം വരും. മറ്റൊന്നാണ്, നമ്മുടെ വീടുകളിൽ ഓരോ റൂമിലും വേസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കുക. അഴുക്കുകളും വേസ്റ്റ് പേപ്പറുകളുമെല്ലാം അതിലേക്ക് വേണം നാം ഇടാൻ. സാധാരണ പോലെ റൂമിൽ എവിടെയെങ്കിലും വലിച്ചെറിയാതെ ആ വേസ്റ്റ് ബിന്നിലേക്ക് നാം എഴുന്നേറ്റ് കൊണ്ടുപോയി ആ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കണം. ഇങ്ങനെ നമ്മുടെ റൂമിലുണ്ടാകുന്ന അഴുക്കുകളും മറ്റും വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചാൽ നമ്മുടെ റൂം എപ്പോഴും വൃത്തിയുള്ളതായി കാണും. അതുപോലെ ഇടയ്ക്കിടെ വീട് ശുദ്ധീകരിക്കണം. നന്നായി റൂമും പുറങ്ങളും ഉൾഭാഗങ്ങളുമെല്ലാം നന്നായി വൃത്തിയാക്കി ശുദ്ധിയാക്കി സൂക്ഷിക്കണം. ഇത് കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്താൽ വളരെ സരളമായി ആ വൃത്തിയാക്കൽ കർമ്മം മനോഹരമായി നടക്കും. അതുപോലെ വീട്ടിൽ അധികപ്പറ്റായിരിക്കുന്ന വസ്തുക്കൾ, ഉപകരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാം എവിടെയാണോ ഒഴിവാക്കേണ്ടത് അവിടേക്ക് കൊണ്ടുപോയി ഒഴിവാക്കി ആ സ്ഥലങ്ങൾ മറ്റുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല വസ്തുക്കൾ വെക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ ശരീരവും നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത്
നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്.